ഇതിനെല്ലാം പുറമെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA യു പ്രതിവേന് അവരുടെ മകനെ കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പോലീസുകാരെ സ്ഥലം മാറ്റി. ഇതിന്റെ മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തിന്റെ വകുപ്പ് സാംസ്കാരിക വകുപ്പാണ്. കുന്തവും കുടച്ചക്കറും മന്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. അദ്ദേഹം പറയാണ്, കുട്ടികൾ 2 കഞ്ചാവ് നൂരിയാൽ ഒരു കുഴപ്പമില്ല. അതായത് കഞ്ചാവ് വിഷയം ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ലേറ്റസ്റ്റ് ബിസിനസ് സ്വർണത്തിൽ തുടങ്ങി ഇപ്പൊ കഞ്ചാവ് കൃഷിയിലെത്തിയിരിക്കുക. മുമ്പ് സ്വർണ്ണ കൃഷിയായിരുന്നു, അത് പിടിച്ചപ്പോ സ്വർണം മാറ്റി കഞ്ചാവ് കൃഷിയായി. ഇന്നലെ ഒരു കോടതിയിലെ കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? വിധി പറയാൻ വേണ്ടി കോടതിയിലുള്ള സമയത്താണ് കൊടിസുനിയും ഈ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള പീതാംബരനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ജയിലിന് പുറത്ത് കോടതിയിൽ വെച്ച് 2 പേർക്ക് സന്ധിക്കാനുള്ള അവസരം പോലീസ് ഉണ്ടാക്കി കൊടുത്തില്ല. എന്താ പറയുന്നത്? എന്താ കണ്ടാണ് ക്ലാറ്റി മീറ്റ് ചെയ്യുന്നവർ 2 കൊലക്കേസിൽ 1-ാം പ്രതികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, എവിടെ എത്തി നിൽക്കുന്നു കേരള രാഷ്ട്രീയം? അവ ഇത്രയേറെ ഹീനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ബോധപൂർവം അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൂടാൻ കോൺഗ്രസിലെ ആരാണ് ഭാവി മുഖ്യമന്ത്രി? ഇതൊന്നും എല്ലാ കോൺഗ്രസുകാരും പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ ഇലക്ഷൻ കഴിയട്ടെ, ആദ്യം പഞ്ചായത്ത് വരുന്നു, പഞ്ചായത്ത് ജയിക്കണം, അത് കഴിഞ്ഞ് അസംബ്ലി വരുന്നു, അസംബ്ലി ജയിക്കണം. എല്ലാ കോൺഗ്രസുകാരും ഒറ്റക്കെട്ടാണ്, UDF ഒറ്റക്കെട്ടാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനാ ഈ വക അക്രമങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ വക അക്രമങ്ങൾ അതിന്റെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ്. അതിനിടയ്ക്കാണ് മുഖ്യമന്ത്രി സനാതന ധർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. സത്യത്തിൽ എന്താ സനാതന ധർമ്മം എന്ന് പിണറായിക്ക് അറിഞ്ഞുകൂടാ. പ്രസംഗം എഴുതി കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ് സെക്രട്ടറിക്ക് അറിഞ്ഞുകൂടാ എന്താ സനാതന ധർമ്മം. ഗോവിന്ദ മാഷ് ഒട്ടും അറിഞ്ഞുകൂടാ. ഗോവിന്ദ മാഷാണെങ്കിൽ ഡ്രില്ലിന്റെ മാഷ, അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയും ഇത് മുഴുവൻ അശ്ലീലാണ്. എന്നാൽ സനാതന ധർമ്മത്തിലെ ചില കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയും. എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന? ആർക്ക് വേണ്ടിയാ? ഇത് അശ്ലീലാണെന്ന് പറയാൻ എന്താ സനാതന ധർമ്മം? സനാതന ധർമ്മത്തിനൊരു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പ്രാചീനമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നാണ് സനാതന ധർമ്മത്തിൽ പറയുന്നത്. അതിനെ പിന്നീട് ചിലർ ദുർവ്യാഖ്യാനം ചെയ്താണ്. ആ ദുർവ്യാഖ്യാനം ചെയ്തത് ഇന്നത്തെ RSSന്റെ അന്നത്തെ ഹിന്ദു മഹാസഭക്കാർ ഉൾപ്പെടെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോഴാണ് അതിനെ ചോദ്യം ചെയ്തത്. അല്ലാതെ സനാതന ധർമ്മത്തിൽ